അനുമോൾ ആദിലോട് പറയാണ്, ഇവിടെ ഇവരെല്ലാം സിഗരറ്റ് വലിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യും, ഇവിടെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, ഇവർക്ക് ചെറിയ പ്രായമല്ലേ, അപ്പോൾ ഇവർ കുറച്ചൊക്കെ ശ്രദ്ധിക്കണം, ശരീരത്തെ പറ്റിയുള്ള കാര്യങ്ങൾ ഇവർക്കൊരു ശ്രദ്ധ വേണം, എപ്പോഴും എപ്പോഴും ഇത് ഉപയോഗിച്ചുകൂടാന്ന് എവിടെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, ഇവർ ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ, അപ്പം ഇവരതനുസരിച്ച് എന്തുകൊണ്ടാണ് ചെയ്യാതെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആദിൽ പറയാണ്, എൻ്റെ ഫ്ലാറ്റിലേക്ക് വരുവാണെങ്കിൽ ഞാൻ സിഗരറ്റൊന്നും വലിക്കാൻ ഇവരെ സമ്മതിക്കത്തില്ല. അപ്പം നമ്മുടെ അക്ബർ, നെവിന്, ആര്യൻ ഇവരൊക്കെ എപ്പോഴും അവിടെ പോവും, സിഗരറ്റ് വലിക്കുന്ന കാര്യത്തെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആദിലയും നൂറയും. എന്നിട്ട് അനുമോൾ പറയുന്നുണ്ട്, പ്രായം ചെന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ വേറെ എൻജോയ്മെൻറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ, അപ്പോൾ അവർ ചെറുതായിട്ട് സിഗരറ്റൊക്കെ വലിക്കുകയോ അല്ലെങ്കിൽ ഇച്ചിരി കഴിക്കുകയോ ഒക്കെ ചെയ്യും. എൻ്റെ വീട്ടിലൊന്നും അച്ഛനൊന്നും സിഗരറ്റൊന്നും വലിക്കത്തില്ല, പക്ഷേ അച്ഛൻ കഴിക്കുമെന്ന് അനുമോൾ പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ രഹസ്യമായിട്ട് പതുക്കെ പറയാണ്, പിന്നെ അത് എൻ്റെ അച്ഛൻ കഴിക്കും, പക്ഷേ അത് ഒറ്റയ്ക്ക് ഇരുന്നാണ് കഴിക്കുന്നത്, ഫ്രണ്ട്സുമായിട്ടൊന്നും ഇരുന്ന് അച്ഛൻ കഴിക്കാറില്ല. പിന്നെ ഞാൻ ദുബൈയിലും അല്ലെങ്കിൽ ബെഹറിലും അവിടെ ഇവിടെയൊക്കെ ഞാൻ പോയിച്ച് വരുമ്പം അവിടുത്തെ എയർപോർട്ടിൽ നിന്ന് ഡ്യൂട്ടി ഫ്രീ ആയിട്ടുള്ളത് മേടിച്ചുകൊണ്ട് വരും, നല്ല സാധനമല്ലേ അവിടെയൊക്കെ കിട്ടുന്നത്. അപ്പം അനുമോൾ 2-3 പേരുകൾ ഇങ്ങനെ പറയുന്നുണ്ട്, കുറേ പേര് പറയുന്നുണ്ട് ആ ബോട്ടിലിൻ്റെയൊക്കെ. അപ്പോൾ എന്താണെന്ന് പേര് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല, ബിഗ് ബോസ് അതെല്ലാം മ്യൂട്ട് ചെയ്ത്. അപ്പം ഏതൊക്കെയോ ബോട്ടിലുകൾ അച്ഛന് വേണ്ടി ഞാനിങ്ങനെ വാങ്ങിക്കൊണ്ട് വരാറുണ്ട്. അച്ഛന് ഭയങ്കര സർപ്രൈസായിട്ടാണ് ഞാനിത് വാങ്ങിക്കൊണ്ട് വരുന്നത്. പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയ്ക്കും ചേച്ചിക്കും ഒന്നും ഞാനിത് കൊണ്ടുവരുന്നത് ഇഷ്ടമേ ഇല്ല, അവർ ഭയങ്കര വഴക്കാണ് ഞാനിതൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നതിന്. അവർ പറയും ഇതൊന്നും വാങ്ങരുത്, അച്ഛനതൊന്നും വാങ്ങിച്ച് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് ബഹളമാണ്. പക്ഷേ ഞാൻ എപ്പോഴായാലും പോയിച്ച് വരുമ്പം ഇങ്ങനെ, ഞാൻ കൊച്ചിയിൽ നിന്ന് ട്രിവാൻഡ്രത്തു നിന്നും ഒന്നും മേടിക്കത്തില്ല എയർപോർട്ടിൽ, ഞാൻ ദുബൈയിലോ അല്ലെങ്കിൽ മസ്കറ്റിലോ അവിടെ അങ്ങനെയുള്ള പുറത്ത് പോകുമ്പോൾ അവിടുത്തെ എയർപോർട്ടിൽ നിന്ന് ഡ്യൂട്ടി ഫ്രീ കയറി ഞാൻ വാങ്ങിക്കാൻ ചെല്ലുമ്പം ഏതെങ്കിലും അങ്കിളുമാരൊക്കെ എന്നെ കാണുവാണെങ്കിൽ ഉടനെ പറയും, അയ്യോ അനുമോളെ എന്താ ഇവിടെ നിന്ന് ചോദിച്ചുകൊണ്ട് ഓടി വരും. എന്നിട്ട് ഞാൻ പറയും, അങ്കിളെ ഇതിനകത്ത് ഏതാ നല്ല സാധനം എന്നൊന്ന് പറഞ്ഞു തന്നു. അപ്പോൾ അവർ പറയും കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ അവർ വിളിച്ചുകൊണ്ട് പോവും. അങ്ങനെ അനുമോൾ അച്ഛന് കുപ്പി മേടിക്കുന്ന കാര്യമൊക്കെ ആദിലയോട് പറയുകയാണ്. സത്യത്തിൽ അനുമോളൊക്കെ എത്ര ഫ്രണ്ട്ലി ആയിട്ടാണ് അച്ഛനോടൊക്കെ പെരുമാറുന്നത്. എന്നിട്ട് അമ്മയും ചേച്ചിയൊന്നും കാണാതെ രഹസ്യമായിട്ട് കൊണ്ടുവന്ന് ഞാൻ അച്ഛന് കൊടുക്കും. എന്നിട്ട് അച്ഛനോട് പറയും സൂക്ഷിച്ച് വേണം, അവരാരും അറിയരുതെന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കാറുണ്ട്. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് അച്ഛൻ പറയും നല്ല സാധനമായിരുന്നെന്ന് അച്ഛൻ പറയാറുണ്ടെന്ന് അനുമോൾ പറയുന്നു.